ചെയ്ത് നോക്കാം. ആദ്യത്തെയൊക്കെ സിമ്പിൾ സ്റ്റേജസ് ആയിരിക്കും. അപ്പോൾ ഈ വീടാണ് നമ്മുടെ വീട്, അതായത് ഗുളികൻ്റെ വീട് ഇതാണ്. അപ്പോൾ ഈ വീടിനെ ഈ സോംബീസ് കയറാതെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ ഒരു കളി. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. ഞാൻ കുറേ പണ്ട് ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഗെയിമിനെ പറ്റി ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കളിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ്. ശരിക്കും ഈ വരുന്ന ഈ സൂര്യനുണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ പറയുന്ന പോയിൻ്റ്. ഈ പോയിൻ്റുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ ഓരോ ചെടിക്കും ഇത് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഓരോ പ്ലാന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ പ്ലാന്റുകളിലെ ഓരോ വിലയും ഉണ്ടാവും. ഈ സൂര്യനെ കൊടുത്ത് ആ പ്ലാന്റിനെ വാങ്ങിക്കുക, നമ്മൾ നടുക, ഈ പറയുന്ന ഹൗസിനെ നമ്മൾ രക്ഷിക്കുക. അതുമാത്രമാണ് ഗെയിം. ഈ പറയുന്ന ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഇപ്പോൾ ഒരു വരി മാത്രമാണ് ഈ പുൽത്തകിടി വിരിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇത് നിറച്ച് വരും. പിന്നെ അങ്ങോട്ട് കളി ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കും. ആദ്യത്തെ സ്റ്റേജ് ശരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അവരിങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്തായാലും ആദ്യത്തെ സ്റ്റേജിലോട്ട് കടന്നു. നമുക്കാകെ വേറെ ചെടിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. എടുത്ത് വാങ്ങിക്കുക, സൂര്യനെ കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്യുക, അതിനെടുത്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഫൈനൽ വേവ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരും. ഇപ്പം ഈ ഒരു പുൽത്തകിടി ഉള്ളതുകൊണ്ട് ഇതിൽ കൂടെ വരുള്ളൂ, അല്ലെങ്കിൽ എല്ലാ സൈഡിൽ കൂടെ ആൾ വന്നേനെ. അല്ല, അടുത്തൊരു പ്ലാന്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് സൺഫ്ലവർ. ഇത് സൂര്യകാന്തി. നമ്മൾ സൂര്യനെ ഈ വരുന്നതല്ലാതെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഗുണമാണ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത ലെവൽ 2 നമുക്ക് പോവാം. ഇത്രയും സോംബീസ് ഉണ്ട്, ഇതൊക്കെ അങ്ങോട്ട് വരാനുള്ള. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് 2 വരിയായി. ഇപ്പോൾ 2 വരിയും കൂടെ എക്സ്ട്രാ കയറി. ഇങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഈ പുൽത്തകിടി കൂടുതൽ വരും. ഈ പുൽത്തകിടി കൂടെ അവർ വരുള്ളൂ എന്നത് ഒന്നാമത്തെ കാര്യം. ഈ പറയുന്ന സൂര്യനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക. ഈ ചെടി ആദ്യം വെച്ചതെന്ന് പറഞ്ഞാൽ സൂര്യനെ കുറച്ച് കളക്ട് ചെയ്യുക. ഇവർ വരുമ്പോൾ ഒരു നേരം, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാൻ പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കേണ്ടത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ അതായത് ഇൻട്രസ്റ്റാണ്. പെട്ടെന്ന് തീരും കളി. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന PUBG ഒക്കെ കളിക്കുമ്പോൾ ഒരു കളി കളിക്കണമെങ്കിൽ തന്നെ 3/4 മണിക്കൂറൊക്കെ എടുക്കും. അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. നമുക്ക് പെട്ടെന്ന് കളി തീർന്നതുകൊണ്ട് നമുക്കും എളുപ്പമാണ്. ഈ ചെറിയ നേരം കൊല്ലി ഈ സമയം കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോഴോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു പെട്ടെന്ന് കളിച്ച് ജയിക്കാൻ പറ്റിയ ഒരു ചെറിയ കളി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു നല്ല ഗെയിം തന്നെയാണ്. പണ്ട് കളിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതറിയാം. എന്തായാലും ഒന്ന് സ്പീഡിൽ പോവാം. നമുക്ക്